താനെന്താ ഇവിടെ പുറത്തു വന്നിരിക്കുന്നേ? അല്ല മാഡം, നന്ദിനി മോൾ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്. താൻ ഈ വീട്ടിൽ നിൽക്കുന്ന നന്ദിനിയെ നോക്കാനാണോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മമ്മിയുടെ കണ്ണിലെ കരടാവാൻ നിക്കണ്ട. അത് തനിക്ക് ഗുണം ചെയ്യില്ല. നിന്നോട് ഒരു കാര്യം പറയാനാ വന്നെ. നിന്നോടാ ഞാൻ സംസാരിക്കുന്നത്. നന്ദിനി, നിന്നെ വിളിച്ചത് കേട്ടില്ലേ? ഇപ്പൊ കേട്ടു. മഹാറാണിയെ പേരെടുത്ത് തന്നെ വിളിക്കണമായിരിക്കും. ഞാനും വേദയും കൂടി ഈ നേരം വരെ മമ്മിയോട് സംസാരിക്കായിരുന്നു. രാത്രി ഒരാളെ പുറത്തേക്ക് വിടുന്നത് ശരിയല്ലല്ലോ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങൾ ഉത്തരവാദിത്തം പറയണം. ദേ, മമ്മിയെ നിർബന്ധിച്ച് ഒരു വിധത്തിലാ ഞങ്ങൾ സമ്മതിപ്പിച്ച്. നിനക്ക് വേണമെങ്കിൽ അകത്ത് കയറാം, അടുക്കളയിൽ പോണമെങ്കിൽ പോവാം. അവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം. പക്ഷേ സൂര്യയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഡാഡി വരുമ്പോഴായാലും നീ പുറത്തു പോകുമ്പോഴായാലും ദേ, ചേച്ചിയെ കുറിച്ച് നീ പറഞ്ഞ ഈ കഥയില്ലേ, അത് ആരോടും വിളമ്പാൻ നിൽക്കണ്ട. അത് കഥയാണെന്ന് ആര് പറഞ്ഞു? ഞാൻ എന്റെ കണ്ണിൽ കണ്ട കാര്യ. സൂര്യസാരി കിടപ്പ് കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇന്ദ്രജ മാഡം തന്നെ.